മെക്സിക്കോയിലെ തുളൂം എന്ന പുരാനഗരത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ. മായൻ സംസ്കാരകാലത്തെ ഒരു തുറമുഖ നഗരമായിരുന്നു ഇത്. ഇന്ന് പാതി തകർന്ന കുറെ കൽക്കെട്ടിടങ്ങളാണ് ഇവിടെ അവശേഷിക്കുന്നത്. വലിയൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരിടം. പ്ലായ ഡെൽ കാർമൻ, കാൻകൂൺ തുടങ്ങി പ്രമുഖമായ സുഖവാസ കേന്ദ്രങ്ങൾ സമീപത്തുള്ളതിനാൽ അവിടെ നിന്നൊക്കെ ഇവിടേക്ക് ടൂറിസ്റ്റുകളെത്തും. ഇടതുഭാഗത്ത് ഗ്രേറ്റ് പാലസ് എന്ന നിർമ്മിതി, അതിനു പിന്നിൽ കുറച്ചകലെയായി കാസിൽ. പല കാലഘട്ടങ്ങളിലായി നിർമ്മിച്ച കാസിലാണത്. ഒരു ചെറു ക്ഷേത്രവും കടലിലൂടെ വരുന്ന വള്ളങ്ങൾക്ക് വഴികാട്ടുന്ന ഒരു ദീപ സംവിധാനവും കാസിലിന് മുകളിലുണ്ടായിരുന്നു. നല്ല യോദ്ധാക്കളും ശില്പവിദ്യയിൽ നിപുണരുമായിരുന്നു മായന്മാർ. കടൽ കടന്നുപോയി കച്ചവടം നടത്തിയിരുന്ന അവർ ഇവിടെ വിശാലമായ ഒരു നഗരം പടുത്തുയർത്തുകയായിരുന്നു. ടൂറിസ്റ്റുകളുടെ വലിയ സംഘങ്ങൾ മൈതാനത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ ദിവസവും ഇവിടെയുള്ള ചരിത്രശേഷിപ്പുകൾ കാണാനായി എത്തുന്നത്. ഇവിടെ മറ്റൊരു കെട്ടിടം കാണാം. ഗവേഷകർ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം എന്ന് പേരു നൽകിയിരിക്കുന്ന കെട്ടിടമാണ്. നഗരത്തിലെ മുഖ്യ പുരോഹിതന്റെ വാസയിടമായിരുന്നു അതെന്നാണ് കരുതപ്പെടുന്നത്. മായൻ സെറ്റിൽമെന്റുകളിൽ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ആളായിരുന്നു മുഖ്യ പുരോഹിതൻ. അങ്ങനെയുള്ള പ്രധാന വ്യക്തികളുടെ വീടിന്റെ തറയും ഉയർന്നതായിരിക്കും. ഗ്രേറ്റ് പ്ലാറ്റ്ഫോമിന്റെ സമീപമാണ് ഗ്രേറ്റ് പാലസ്. അതിന്റെ പിന്നിൽ കടലിലേക്ക് കാഴ്ച ലഭിക്കുന്ന ഒരിടത്താണ് ഗ്രേറ്റ് കാസിൽ. മറ്റു പല നിർമ്മിതികളുണ്ടിവിടെ. പല വലിപ്പമുള്ള കൽമന്ദിരങ്ങൾ. അവയോരോന്നിനും വലിയ ചരിത്രവുമുണ്ട്. ഇതാണ് ഗ്രേറ്റ് പാലസിന്റെ അവശിഷ്ടങ്ങൾ. ഞാൻ പാലസിന്റെ കുറച്ചുകൂടി അടുത്തേക്ക് നടത്തം തുടങ്ങി. ഇക്കാണുന്നത് ഫ്യൂണററി പ്ലാറ്റ്ഫോം എന്ന കൽ നിർമ്മിതിയാണ്. അതിന്റെ മുൻഭാഗം ഇതാണ്. മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടന്നിരുന്നത് ഇവിടെയായിരുന്നു. ദിവസവും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്ന ആർക്കിയോളജിക്കൽ സൈറ്റാണ് തുളൂം. ഇപ്പോൾ ടെമ്പിൾ ഓഫ് ദി ഫ്രെസ്കോസ് എന്ന കെട്ടിടത്തിനടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. മായന്മാർ സൂര്യന്റെ ചലനങ്ങളെ നിരീക്ഷിച്ചിരുന്ന ഇടമാണിത്. അതിന്റെ കൽച്ചുമരുകളിൽ കടൽ ദൈവങ്ങളുടെ ചിത്രങ്ങളും കൊത്തിവെച്ചിരുന്നു അവർ. ടെമ്പിൾ ഓഫ് ഫ്രെസ്കോസിന്റെ മുന്നിൽ വലിയൊരു കല്ല് നാട്ടി നിർത്തിയിട്ടുണ്ട്. വിശുദ്ധ ശിലയാണ്. ബഹുദൈവ വിശ്വാസികളായിരുന്ന മായന്മാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി നിർമ്മിതികൾ ഇവിടെയുണ്ട്. ടെമ്പിൾ ഓഫ് ഫ്രെസ്കോസിന് സമീപത്തുകൂടി നടക്കുമ്പോൾ അല്പം അകലെയായി ആ കാണുന്നതാണ് ഇവിടുത്തെ ഗ്രേറ്റ് പാലസ്. വലിയൊരു കൊട്ടാരക്കെട്ട്. ഹൗസ് ഓഫ് ദി കോളംസ് എന്നും അതറിയപ്പെടുന്നുണ്ട്. ഈ തറകൾക്ക് മുകളിലെല്ലാം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഓരോ പ്രത്യേക ആവശ്യത്തിനും വേണ്ടിയുള്ള കെട്ടിടങ്ങൾ. ഇതാണ് കാസിലിന്റെ ഒരു ഭാഗം. ടെമ്പിൾ ഓഫ് ഇനീഷ്യൽ സീരീസ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. തുളൂമിന്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രശില ലഭിച്ചത് ടെമ്പിൾ ഓഫ് ഇനീഷ്യൽ സീരീസിൽ നിന്നാണ്. അതിനും പിന്നിൽ കാണുന്നതാണ് കാസിൽ. ഈ ആർക്കിയോളജിക്കൽ സൈറ്റിലെ ഏറ്റവും വലിയ കെട്ടിടം അതാണ്. എൽ കാസിലോ എന്നാണ് ഇവിടെ അത് അറിയപ്പെടുന്നത്. ശരിക്കും ഏറ്റവും മുകളിൽ 3 കവാടങ്ങളോടെ കാണുന്ന ഭാഗമാണ് എൽ കാസിലോ. മായൻ പിരമിഡിന്റെ രൂപമാണ് കെട്ടിടത്തിന്റെ താഴെ ഭാഗത്തിന്. കുന്നു കയറി നടക്കണം ഇനി. കാസിലിന്റെ പിൻഭാഗത്ത് കടലാണ്. ആ കാഴ്ചയിലേക്ക് ഞാൻ നടന്നു. കാസിലിന്റെ പിന്നിലേക്കെത്തുമ്പോൾ അകലെ ഒരു നീലരാശി കാണാം. കുന്നിന്റെ ക്ലിഫിൽ ഒരു പ്ലാറ്റ്ഫോം പണിത് വെച്ചിരിക്കുന്നു. അവിടെ നിന്നും താഴേക്ക് ഒരു ഗോവണി. ആ ഗോവണി ഇറങ്ങിച്ചെല്ലുന്നത് കടൽ തീരത്തേക്കാണ്. കരീബിയൻ കടലിന്റെ നീലിമയാർന്ന പളുങ്കുജലം. തീരത്തെ വെള്ളമണലിലേക്ക് അടിച്ചു കയറുന്ന ഇടം മാത്രം കലങ്ങുന്നുണ്ട്. ഇവിടെയായിരുന്നു പുരാതന കാലത്ത് മായന്മാരുടെ തുറമുഖം.
മറ്റു നാടുകളിലുള്ളവരുമായി തുളൂം നഗരത്തിലുണ്ടായിരുന്ന മായന്മാർ കച്ചവടം നടത്തിയിരുന്ന ഒരു പ്രധാന കേന്ദ്രം. വള്ളങ്ങളിൽ കടലിലൂടെ അതിസാഹസികമായി സഞ്ചരിച്ചാണ് അവർ ഇവിടെ നിന്നും 700 കിലോമീറ്റർ അകലെയുള്ള ഗ്വാട്ടിമാലൻ പ്രദേശങ്ങളിൽ വരെ എത്തിയിരുന്നത്. മറ്റു നാടുകളിൽ നിന്ന് ഇവിടേക്കും വണിക്കുകൾ എത്തിയിരുന്നു. പണ്ട് മായൻ വള്ളങ്ങൾ വന്നടുത്തിരുന്ന തീരത്ത് ഇപ്പോൾ ടൂറിസ്റ്റുകൾ തിമിർക്കുന്നു. വെയിലും സൗന്ദര്യമുള്ള ബീച്ചുമുണ്ടെങ്കിൽ സായിപ്പ് ചരിത്രബോധമൊക്കെ മറക്കും. പിന്നെ ആ തീരത്തെ കളിക്കാരായി അവർ മാറും. വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്താണ് മായന്മാർ തങ്ങളുടെ നഗരം പടുത്തുയർത്തിയത്. ഒരു കോട്ട പോലെ നിൽക്കുന്ന ക്ലിഫിന് മുകളിലേക്ക് പുറമേ നിന്നും ആളുകൾക്ക് കയറിയെത്തുക പ്രയാസമായിരുന്നു. നഗരത്തിലുള്ളവർക്കാകട്ടെ വളരെ ദൂരത്തു നിന്ന് പോലും ഇവിടേക്കടുക്കുന്ന ബോട്ടുകൾ കാണാനുമാകും. പഴയ മായൻ കാസിൽ കടലിന് നേരെയാണ് നിലകൊള്ളുന്നത്. കാസിലിന്റെ പിൻഭാഗമാണിത്. അതിനു മുകളിലായിരുന്നു പഴയ ദീപസ്തംഭം. മായന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനം തന്നെയായിരുന്നു ഇത്. കടൽ വഴി എത്തുന്ന ശത്രുക്കൾക്ക് പെട്ടെന്നൊന്നും ക്ലിഫിന് മുകളിലേക്ക് എത്താനാവില്ല. പല കാലഘട്ടങ്ങളിലായി ഇവിടെ ജനസമൂഹങ്ങൾ ജീവിച്ച് കടന്നുപോയിട്ടുണ്ട്. ഒരു സമൂഹം നഗരം ഉപേക്ഷിച്ച് പോയിക്കഴിഞ്ഞ് പിന്നീട് അരനൂറ്റാണ്ട് വരെ കഴിഞ്ഞാണ് മറ്റൊരു സമൂഹം എത്തിയത്. 13-ാം നൂറ്റാണ്ടായപ്പോഴേക്കും സുശക്തവും ആസൂത്രിതവുമായ ഒരു മായൻ നഗരമായി തീർന്നു തുളൂം. ഞാൻ കാസിലിനടുത്തു നിന്നും കുറച്ചകലെയുള്ള ക്ലിഫിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു. ഇവിടമെല്ലാം ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കടലിനെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്നവരും കടൽ കാഴ്ചകൾ കാണുന്നവരുമെല്ലാമുണ്ട്. ശരിക്കും മായന്മാർ തുളൂം നഗരം വിട്ടൊഴിഞ്ഞു പോയ ശേഷമാണ് സ്പെയിൻകാർ ഇവിടേക്കെത്തുന്നത്. മെക്സിക്കോയിൽ സ്പാനിഷ് അധിനിവേശം ഉണ്ടായതിനു ശേഷം 70 വർഷത്തോളം ഇവിടെ മായൻ നാഗരികത നിലനിന്നിരുന്നു. ഭൂമിശാസ്ത്രപരമായി ഈ പ്രദേശത്തിനുള്ള പ്രത്യേകതകളായിരുന്നു അതിന് കാരണം. നിബിഡ വനത്തിലൂടെ പെട്ടെന്ന് കടന്നെത്താവുന്ന വഴികളൊന്നും ഇവിടേക്ക് ഉണ്ടായിരുന്നില്ല. കടൽ മാർഗവും ഈ ക്ലിഫിലേക്ക് എത്തിപ്പെടാൻ വിഷമതകൾ ഏറെയായിരുന്നു. ആഴം കുറഞ്ഞ കടൽഭാഗമായതിനാലും ജലപ്പരപ്പിനടിയിൽ നിരവധി പാറക്കെട്ടുകൾ ഉള്ളതിനാലും സ്പാനിഷ് കപ്പലുകൾക്ക് ഈ തീരത്തിനടുത്തേക്കെത്താൻ കഴിഞ്ഞിരുന്നില്ല. സ്പാനിഷ് വരവോടെ മറുനാടുകളുമായുള്ള കച്ചവടം അവസാനിക്കുകയും നഗരത്തിൽ ക്ഷാമം രൂക്ഷമാകുകയും ചെയ്തപ്പോഴാണ് അവസാന സംഘം മായന്മാർ തുളൂം വിട്ടൊഴിഞ്ഞു പോയതെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത്. പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ പോലുള്ള ഹോളിവുഡ് സിനിമകളുടെ ലൊക്കേഷനെ അനുസ്മരിപ്പിക്കുന്ന ഭൂപ്രദേശമാണ്. ഇവിടെ നിൽക്കുമ്പോൾ കാസിലിന്റെ സ്ഥാനം കൂടുതൽ വ്യക്തമാകും. കൂടുതൽ നേരം ഇവിടെ കാഴ്ചകൾ കണ്ടു നിൽക്കാനാവില്ല. ഇനി ഒരു 15 മിനിറ്റിനകം എനിക്ക് ബസ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് എത്തണം. എന്റെ സംഘത്തിലെ മറ്റുള്ളവരൊക്കെ ഏതുവഴി പോയെന്ന് അറിയില്ല. ധൃതിയിൽ തിരികെ നടന്നു. മായൻ നാഗരികതയെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ രേഖാചിത്രങ്ങൾ വരച്ചുണ്ടാക്കുകയും ചെയ്ത ഫെഡറിക് കാതർവുഡ് എന്ന ഇംഗ്ലീഷുകാരനിലൂടെയാണ് ഇവിടെയുണ്ടായിരുന്ന മായൻ നഗരത്തിന്റെ സവിശേഷതകൾ ആദ്യമായി പുറം ലോകമറിഞ്ഞത്. തങ്ങളുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബഹുദൈവ വിശ്വാസികളായ മായന്മാർ ഇവിടെ കഴിഞ്ഞുകൂടിയതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ പിന്നീട് പുറത്തുവന്നു. താരതമ്യേന സമ്പന്നരായ ഉയർന്ന ജീവിത നിലവാരമുള്ള ജനസമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒബ്സീഡിയൻ എന്ന ആഗ്നേയശിലയുടെ വ്യാപാരത്തിലൂടെയാണ് അവർ വലിയ സമ്പത്ത് നേടിയത്. നഗരമതിലിലെ തെക്കേ ഗേറ്റിലേക്കെത്തി. ഞങ്ങൾ അകത്തേക്ക് കയറിയത് വടക്കേ ഗേറ്റിലൂടെയായിരുന്നു. ഗുഹ പോലുള്ള ഒരു വഴി. ഇവിടെ ഇനി ടിക്കറ്റ് പരിശോധനയൊന്നുമില്ല. ബസ് പാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയാം. ഏതാണ്ട് 1 കിലോമീറ്റർ നടക്കണം. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.
തുളൂം നഗരത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി വനത്തിലെ വഴിയിലൂടെ നടക്കണം. എല്ലാവരും നടക്കുന്ന പാത നോക്കി നേരെ നടന്നാൽ മതി. ഈ പ്രദേശത്തെ പുരാവസ്തു ഗവേഷണങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 2020 ആദ്യ മാസങ്ങളിൽ നടന്ന ഒരു ഉത്ഖനനത്തിൽ തുളൂമിൽ നിന്നും ഒരു സ്ത്രീയുടെ അസ്ഥിപഞ്ജരം കണ്ടെത്തിയിരുന്നു. 9900 വർഷം മുൻപ് ജീവിച്ച സ്ത്രീയുടേതാണ് അതെന്നാണ് തിരിച്ചറിഞ്ഞത്. അത്തരത്തിലുള്ള പല അസ്ഥികൂടങ്ങൾ ഈ പരിസരത്തു നിന്നും അടുത്ത കാലത്ത് കണ്ടെടുത്തിട്ടുണ്ട്. നടക്കാൻ പ്രയാസമുള്ളവരെ കൊണ്ടുപോകുന്ന ട്രക്കാണിത്. തുളൂമിലെ ടൂറിസ്റ്റ് ബാഹുല്യം ഈ വഴിയിലൂടെ നടക്കുമ്പോൾ കാണാം. നേരം 12:30 കഴിഞ്ഞിട്ടുണ്ട്. തിയോത്തി ഹുവാക്കാൻ പോലെ തന്നെ വലിയ തോതിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മെക്സിക്കൻ ആർക്കിയോളജിക്കൽ സൈറ്റാണ് തുളൂം. 20 മുതൽ 25 ലക്ഷം വരെ ടൂറിസ്റ്റുകൾ ഇവിടെ ഓരോ വർഷവും വന്നെത്തുന്നുണ്ടെന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ നിരവധിയായ കച്ചവട കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. പാർക്കിംഗ് ഏരിയയുടെ സമീപത്താണ് കച്ചവടമെല്ലാം. ആർക്കിയോളജിക്കൽ സൈറ്റിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്തരം പരിപാടികളൊന്നുമില്ല. ഒരു ദിവസം മുഴുവൻ ഷോപ്പിംഗ് നടത്താവുന്നത്ര സാധനങ്ങളുണ്ട്. കാർപ്പറ്റുകൾ, ഷാളുകൾ, ബാഗുകൾ എന്നു തുടങ്ങി മായൻ ഗോത്രചിഹ്നങ്ങളുള്ള കൗതുക വസ്തുക്കൾ വരെ. സുഖവാസ കേന്ദ്രങ്ങളുടെ സമീപത്താണ് ആർക്കിയോളജിക്കൽ സൈറ്റ് എന്നതുകൊണ്ടുകൂടിയാവാം തുളൂമിൽ ഇത്രയേറെ തിരക്കുണ്ടാവുന്നത്. ഗോത്രചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത തുണികൾ എവിടെയും പതാകകൾ പോലെ തൂങ്ങിക്കിടക്കുന്നു. ഇവിടുത്തെ റെസ്റ്റോറന്റുകളും രസകരമാണ്. എല്ലാം ഓലമേഞ്ഞ് ട്രഡീഷണൽ ശൈലിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ഇരുന്ന് അല്പം ഭക്ഷണം കഴിക്കാനോ എന്തെങ്കിലും കുടിക്കാനോ എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നന്നായി വിശക്കുന്നുണ്ട്. ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാൻ നേരമില്ല. മാത്രമല്ല ഉച്ചഭക്ഷണം ഇന്നത്തെ ടൂർ പാക്കേജിൽ ഉൾപ്പെടുന്നതുമാണ്. ഇവിടുത്തെ സന്ദർശനം കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഉച്ചഭക്ഷണമാണെന്ന് ബസ്സിലെ ഗൈഡ് പെഡ്രോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 4 സ്ഥലങ്ങളാണ് ഇന്ന് സന്ദർശിക്കാനുള്ളത്. അതിൽ ഒരു സ്ഥലം മാത്രമേ ഇതുവരെ കണ്ടതുള്ളൂ. അപ്പോഴേക്കും തന്നെ ഉച്ചയായിരിക്കുന്നു. ഞാൻ ഹൃദയിൽ നടന്ന് എത്തുമ്പോഴേക്കും ബസ്സിൽ കുറച്ചുപേരൊക്കെ ചെന്ന് കയറിക്കഴിഞ്ഞു. ഇതാണ് ബസ്. പെഡ്രോ പതിവ് പോലെ ഒരു വിശദീകരണം തന്നു. ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടു. തുളൂം പിന്നിലാവുകയാണ്. അടുത്തതായി കോബ എന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. 1 മണിക്കൂറിലേറെ യാത്രയുണ്ട് അവിടേക്ക്. കോബയും ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ഇവിടെ നിന്നും വടക്കു പടിഞ്ഞാറ് ദിശയിൽ വനത്തിലൂടെ 47 കിലോമീറ്റർ പോകാനുണ്ട് കോബയിലേക്ക്. പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാമെന്നാണ് പെഡ്രോ പറയുന്നത്. ഭക്ഷണം കഴിച്ച ശേഷമാവും കോബയിലേക്കുള്ള തുടർയാത്ര. ഇവിടെ നിന്നിനി വലത്തേക്ക് തിരിയുകയാണ്. വഴിയോര റെസ്റ്റോറന്റുകളിൽ മാംസം മൊരിയുന്നു. അതിനു ചുറ്റും ടൂറിസ്റ്റുകൾ കൂടി നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വിശപ്പ് കൂടി വരുന്നു. തുളൂമിന്റെ യഥാർത്ഥമായ പട്ടണഭാഗത്തേക്ക് ഞങ്ങൾ കയറിയിട്ടില്ല. കോബയിലേക്ക് ഇനി 45 കിലോമീറ്റർ എന്ന് ബോർഡ്. ഇവിടെ കാണുന്ന റെസ്റ്റോറന്റുകളെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. ബാക്ക് പാക്ക് ടൂറിസ്റ്റുകൾക്കായി ഹോം സ്റ്റേകളും ഹോട്ടലുകളുമെല്ലാം ധാരാളമായി ഈ ഭാഗത്തുണ്ട്. വലിയ സൂപ്പർ മാർക്കറ്റുകളും മാളുകളുമൊക്കെയുണ്ട് തുളൂമിന്റെ പ്രാന്തത്തിൽ. ഇനി അങ്ങോട്ട് വനത്തിലൂടെയാണ് ദീർഘദൂരം യാത്ര. അധികം ഉയരത്തിൽ വളരാത്ത മരങ്ങളുടെ നിബിഡ വനം. ഈ വനത്തിനകത്ത് പലയിടത്തും ചെറിയ സെറ്റിൽമെന്റുകളുണ്ട്, വനഗ്രാമങ്ങൾ. പണ്ട് കേരളത്തിലുണ്ടായിരുന്ന കൂപ്പ് കൃഷി പോലുള്ള ചില പരിപാടികൾ ഇവിടെയുമുണ്ട്. വനത്തിന് നടുവിൽ ചെറിയ ഭാഗങ്ങൾ വെട്ടിത്തെളിച്ച് അവിടെ കൃഷി ചെയ്യുന്ന പരിപാടി. വനത്തിൽ കുടിയേറി താമസിക്കുന്ന ആളുകളും ധാരാളം. തുളൂമിൽ നിന്നും കോബയിലേക്കുള്ള വഴിയിൽ പലയിടത്തും അത്തരം ഗ്രാമങ്ങൾ കാണാം. ഇതാണ് മെക്സിക്കോയുടെ തെക്കൻ ഭാഗത്തിന്റെ ഭൂപ്രകൃതി. ഒരു ട്രോപ്പിക്കൽ വനമേഖലയാണ്.
യുക്കാറ്റൻ ഉപദ്വീപിൽ മെക്സിക്കോയുടെ ചിയാപാസ് മുതൽ ഹോണ്ടുറാസ് വരെ നീണ്ടുകിടക്കുന്ന ലാക്കാണ്ടൻ ജംഗിൾ എന്ന വനമേഖലയുടെ തുടർച്ചയാണ് ഇതെല്ലാം. പുരാതന മെക്സിക്കൻ ഗോത്രവിഭാഗങ്ങളുടെ വലിയ സെറ്റിൽമെന്റുകൾ ഉണ്ടായിരുന്ന വനമേഖല. ഇപ്പോഴും മനുഷ്യർ കടന്നു ചെന്നിട്ടില്ലാത്ത വനഭാഗങ്ങളിൽ പുരാവസ്തുക്കളുടെ വലിയ ശേഖരമുണ്ടെന്നാണ് വിശ്വാസം. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ അങ്ങാടികൾ കാണാം. വഴിയോരത്തെ കടകളിൽ കരകൗശല വസ്തുക്കൾ. ഇതിലെ കടന്നു പോകുന്ന ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടാണ് അത്. വനത്തിൽ നിന്നും ശേഖരിക്കുന്ന കാട്ടുവള്ളികൾ ഉണക്കി നെയ്തെടുക്കുന്ന കൊട്ടയും വട്ടിയും ലാംഷെയ്ഡുമെല്ലാം ഇവിടുത്തെ കടകളിൽ കിട്ടും. മക്കാറിയോ ഗോമസ് എന്ന ഒരു പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വനത്തിനുള്ളിലെ ഒരു ഗ്രാമവും ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് മക്കാറിയോ ഗോമസ്. ആകെ 500ഓളം തദ്ദേശീയരാണ് ഗ്രാമത്തിലുള്ളത്. എന്നാൽ പല ദിവസങ്ങളിലും ഇവിടുത്തെ ഹോം സ്റ്റേകളിലും ഹോട്ടലുകളിലുമായി 1000ഓളം ടൂറിസ്റ്റുകൾ താമസത്തിനുണ്ടാകും. മക്കാറിയോ ഗോമസിന്റെ ചുറ്റിലുമായി കുറെ വനഗ്രാമങ്ങളുണ്ട്. കടകളിലെല്ലാം കാണുന്നത് കരകൗശല വസ്തുക്കളാണ്. ഓട്ടോറിക്ഷകൾ ഇവിടെയുമുണ്ട്. മൺറോഡുകൾ ഗ്രാമങ്ങളിലേക്ക് നീണ്ടുപോകുന്നു. കൗതുക വസ്തുക്കടകൾ, തടിമില്ലുകൾ. മെക്സിക്കോയുടെ ഉൾനാട്ടിലെ ഗ്രാമങ്ങളുടെ കാഴ്ച ഇതാണ്. പണ്ട് ഗോത്രഗ്രാമങ്ങളായിരുന്നു വനത്തിലുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ സ്പെയിൻകാരും ഗോത്രവർഗക്കാരും സംഗമിച്ചുണ്ടായ മെസ്റ്റിസോകളുടെ ഗ്രാമങ്ങളാണ് കൂടുതലും. ടൂറിസം വലിയ വ്യവസായമായതോടെ വനഗ്രാമങ്ങളിലെ ആളുകൾ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലൂടെയാണ് ഉപജീവനത്തിനുള്ള വക കണ്ടെത്തുന്നത്. അതിന്റെ തെളിവ് പാതയുടെ ഇരുവശത്തുമുള്ള കടകളിലുണ്ട്. മെക്സിക്കോയുടെ ക്വിന്റാന റൂ എന്ന സംസ്ഥാനത്തിൽ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് ഇത്. ഒട്ടേറെ ചെറിയ ആർക്കിയോളജിക്കൽ സൈറ്റുകൾ മക്കാറിയോ ഗോമസിലുണ്ട്. അവയിൽ പലതും ഇപ്പോൾ സംരക്ഷണമില്ലാതെ കിടക്കുകയുമാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വലിയ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഇവിടം. ധാരാളം വിദേശികൾ ഇവിടെ വന്ന് വീടുകൾ വാങ്ങുന്നുണ്ട്. റെയിൻ ഫോറസ്റ്റിനുള്ളിലെ ഗ്രാമീണ ജീവിതം ആസ്വദിക്കുകയാണ് അവരുടെ ലക്ഷ്യം. ക്വിന്റാന റൂ സംസ്ഥാനത്തിന്റെ വലിയൊരു ഭാഗമാകെ വനമാണ്. ജാഗ്വാർ, മെക്സിക്കൻ വൂൾഫ്, പ്യൂമ, സ്പൈഡർ മങ്കി, സ്ലോത്ത് തുടങ്ങിയ അപൂർവ ഇനം ജീവികളുടെ ആവാസയിടങ്ങളാണ് തെക്കൻ മെക്സിക്കോയിലെ വനപ്രദേശങ്ങൾ. ജൈവ വൈവിധ്യത്തിന്റെ കാര്യത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന വനപ്രദേശം. ദരിദ്രരാണ് ഇവിടുത്തെ ആളുകളിൽ കൂടുതലും. വനത്തിലെ കൃഷിയും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവുമൊക്കെയാണ് അവരുടെ ഉപജീവന മാർഗം. പാതയോരത്ത് കാണുന്ന റെസ്റ്റോറന്റുകളെല്ലാം ടൂറിസ്റ്റുകളെ പ്രതീക്ഷിക്കുന്നതാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇതുവഴി കടന്നു പോവുക. കോബ മാത്രമല്ല, വേറെയും ആർക്കിയോളജിക്കൽ സൈറ്റുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഈ റൂട്ടിലുണ്ട്. അവിടേക്കുള്ളവരും ഈ വഴിയാണ് പോകുന്നതെന്നതിനാൽ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ചാണ് പാതയോരത്തെ കച്ചവടക്കാരെല്ലാം ഇരിക്കുന്നത്. ഇപ്പോൾ ഫ്രാൻസിസ്കോ യു മെയ് എന്നൊരു സെറ്റിൽമെന്റിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതും വനത്തിനകത്തെ ഗ്രാമമാണ്. 600ഓളം ആളുകൾ വസിക്കുന്നുണ്ട് ഇവിടെ. ഫ്രാൻസിസ്കോ യു മെയുടെ സമീപത്ത് വനത്തിൽ ചെറിയ ആർക്കിയോളജിക്കൽ സൈറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടങ്ങളും ഇപ്പോൾ ടൂറിസ്റ്റുകളെ ആകർഷിച്ചു വരികയാണ്. ചെറുകെട്ടിടങ്ങളുടെ ഒരു നിര കഴിഞ്ഞാൽ ഈ വിധം നിബിഡ വനങ്ങളാണ്. ധാരാളം വന്യജീവികളുള്ള പ്രദേശം. ഗ്രാമീണർ കാട്ടിൽ കടന്ന് അനിയന്ത്രിതമായി വേട്ട നടത്തുന്നതിനാൽ അപൂർവ ഇനത്തിലുള്ള പല ജീവികളും ഇപ്പോൾ വംശനാശത്തിന്റെ വക്കിലാണ്. ഫ്രാൻസിസ്കോ യു മെയ് പിന്നിടുന്നതോടെ ബസ് തുളൂമിൽ നിന്ന് കോബയിലേക്കുള്ള ദൂരത്തിന്റെ പാതി ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. കുടിയേറ്റ പ്രദേശങ്ങളിലെല്ലാം കെട്ടിടങ്ങളുടെ രൂപം ഒരേ വിധമാണെന്ന് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. വഴിയരികിൽ ചെറിയ പള്ളികൾ, പലചരക്കു കടകൾ, റെസ്റ്റോറന്റുകൾ, ചെറുവീടുകൾ. മെക്സിക്കോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ദൃശ്യങ്ങൾ ഇതാണ്. കാരണം മെക്സിക്കോ എന്ന രാജ്യത്തിന്റെ വലിയൊരു ഭാഗത്താകെ ഈ വിധത്തിലുള്ള ഗ്രാമങ്ങളാണുള്ളത്.
കാട്ടിൽ നിന്ന് ശേഖരിച്ച തടിയും വേരുകളും വള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കൗതുക വസ്തുക്കൾ, ഓലമേഞ്ഞ ചെറിയ റെസ്റ്റോറന്റുകൾ, ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത്. എനിക്ക് വിശപ്പ് കലശലായി തുടങ്ങി. ഫ്രാൻസിസ്കോ യൂമേയ് പിന്നിലായി കഴിഞ്ഞു. അതൊരു പ്രധാന അങ്ങാടിയായിരുന്നു. അവിടെ നിന്നും ഭക്ഷണം കഴിച്ചില്ല. ഇനി അടുത്ത പട്ടണമാണ് എന്റെ പ്രതീക്ഷ. വരണ്ട ഭൂമിയിലെ വനപ്രദേശമാണ്. ഭക്ഷണം കഴിക്കാനായി ബസ് നിർത്തുന്നതും കാത്ത് ഞാനിരുന്നു.